തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിന് സർക്കാർ ADGP MR അജിത് കുമാറിന്റെ വീഴ്ചകൾ പരിശോധിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. പൂരവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷും അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നെന്നും വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGPക്കെതിരെ പരിശോധന നടന്ന് വീഴ്ച എന്തെന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, ഏതായാലും ADGPയുടെ വീഴ്ച അല്ലെങ്കിൽ ഉണ്ടായി എന്നത് DGPയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷവും ADGPക്കെതിരെ നടപടിയില്ല. ആ നടപടിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഘടകകക്ഷികളിലധികം അടക്കം അതിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നത്. ഇനി RSS ADGP കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നത് മാത്രമാണ് അറിയേണ്ടതല്ലേ? ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് ഈ തൃശൂർ പൂരം വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷം ADGPക്കെതിരെ നടപടി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. അതായത് നിലവിൽ DGP സമർപ്പിച്ച റിപ്പോർട്ടിൽ, പ്രാഥമികമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും ADGPയുടെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന് തന്നെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ ADGPക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ആ നിലയിൽ നടപടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു അന്വേഷണം മുഖ്യമന്ത്രി ത്രിതല സ്വഭാവമുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പൂരം അലങ്കോലമാക്കാനുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അന്വേഷണം നടത്തുക ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലാകും. രണ്ടാമത്തെ അന്വേഷണം പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ അന്വേഷണം. അതിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുക ഇന്റലിജൻസ് ADGP ആണ്. മൂന്നാമത്തേതാണ് ഇതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതായി പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അതിന് അതേ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഇനി നിലവിലുള്ള DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാര്യമായി എടുക്കുന്നില്ല. അതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു നടപടിയിലേക്കും കടക്കുന്നില്ല. ഇനി വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അപ്പോൾ ആവാം എന്നുള്ളത് മാത്രമാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ നിലപാട്.